ओके जी चलो बारिश शुरू हो गया ओके जी चलो थैंक यू सो मच थैंक यू आती बार आना यहाँ से ओके ओके अच्छा सी यू अगेन ओके बाय शिमला टू कसोल ഡേ 4 നല്ല പാടാണ് ഫുൾ കയറ്റമാണ് 10-20 കിലോമീറ്റർ കയറ്റം തന്നെ കയറ്റം ഷിംല ടു കസോൾ 216 കിലോമീറ്റർ ഡേ 4 ഫസ്റ്റ് ഡേ ഐ ജസ്റ്റ് കവേർഡ് ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ സെക്കൻഡ് ഡേ ഐ ഓൾമോസ്റ്റ് കവർ 50 കിലോമീറ്റർ തേർഡ് ഡേ ഐ ജസ്റ്റ് കവേർഡ് ഓൺലി 36 കിലോമീറ്റേഴ്സ് അയ്യോ അപ്പം അങ്ങനെ 4ാമത്തെ ദിവസമാണ് ഷിംല ടു കസോൾ റൈഡ് കയറ്റം തന്നെ കയറ്റാണ് ഒരു രക്ഷയില്ല 45 ഡിഗ്രി ചെരിവുള്ള കയറ്റങ്ങളാണ് അതുപോലെ തന്നെ 45 ഡിഗ്രി ചെരിവുള്ള ഇറക്കങ്ങളും അങ്ങനെയുള്ള മലമുകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്തെത്തി ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഈ റൂട്ടാണ് കാണിച്ചത് അപ്പോൾ ഞാൻ ഈ റൂട്ട് വന്നു പക്ഷെ വേറൊരു റൂട്ടും കൂടി ഉണ്ടായിരുന്നു ആ റൂട്ട് പുഴയുടെ സൈഡിലുള്ള റൂട്ടായിരുന്നു അതായിരുന്നു നല്ലത് പക്ഷേ ട്രാഫിക് കൂടുതലാണ് പിന്നെ ആ വഴി പണി നടക്കണതുകൊണ്ടൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുകൂടെ പോകാനാണ് പക്ഷേ ഇത് ഭയങ്കര ക്ലൈമ്പിംഗ് ആണ് ഒരു രക്ഷയില്ല ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ തള്ളി ഇന്ന് 20 കിലോമീറ്റർ തള്ളാനുണ്ട് അറിയില്ല എന്താവുമെന്ന് ബുന്തറയ്ക്ക് ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട് കാസർഗോഡിലേക്ക് ഇവിടുന്ന് 79 കിലോമീറ്റർ ഉണ്ട് ഞാൻ സ്റ്റേ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കമ്പനിയാണ് സപ്പോർട്ടാണ് അത് കാരണം കുഴപ്പമില്ല പിന്നെ വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടായിരിക്കും എപ്പോഴും അത് കാരണം വെള്ളത്തിനൊരു അല്ലലുമില്ല ചെറിയ വഴിയാണ് ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാമെന്നാണ് പറഞ്ഞത് ആ ഇറക്കം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തള്ളണത് രാവിലെ 9 മണിയായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ല നല്ല യാത്രയുടെ നല്ല വശങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാറുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് കുറച്ച് മോശം വശങ്ങൾ കാണാം ഓക്കെ 10 കിലോമീറ്ററിന് ശേഷമാണ് ഞാൻ സൈക്കിളിൽ കയറി ചവിട്ടുന്നത് ഓ വല്ലാത്തൊരു നിർവ്വാണം കിട്ടിയ പോലെ हाँ केरला से अकेली साइकिल से केरला से साइकिल जा रही हो हाँ साइकिल से कितने दिन हो गए अभी 7 months 7 months I just stay in like Rajasthan 3 months in winter okay winter to spend Rajasthan yeah then March onwards I just started तो गाड़ी में थक रही हैं हाँ 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 गाड़ी को keep it up here okay അങ്ങനെ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ കയറ്റത്തിന് ശേഷം ഇറക്കം വന്നിരിക്കുകയാണ് എൻ്റെ അമ്മു ഇറക്കങ്ങൾ ഒരു രക്ഷയില്ലാത്ത ഇറക്കങ്ങളാണ് കേട്ടോ നമ്മൾ വെറും നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇറക്കാം 10 കിലോമീറ്ററൊക്കെ അമ്മാതിരി ഇറക്കാണ് നല്ല റോഡാണെങ്കിൽ കേട്ടോ ഓ ഹോ 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 ഓ ഇറക്കം എത്തി മോനെ ഒരു രക്ഷയില്ല പെട്ടെന്നെ പെട്ടാ ഏറെ മോന്തിയാറിയുള്ളൊരു
മാതിരുന്നില്ല ചായയിൽ ഇതൊരു 7 കിലോമീറ്റർ ഇറക്കാന്ന് പറഞ്ഞത്. 7 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ ഫ്ലാറ്റ് റോഡാന്ന് പറഞ്ഞത്. എന്തായാലും നോക്കാം. ജാതി ഇറക്കാണ്. ബ്രേക്കുമാണ് കളികൾ ഫുള്ള്. ബ്രേക്ക് ഞാൻ ഷിംലയിലല്ല വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ ചേഞ്ച് ചെയ്തു. ഇല്ലെങ്കിൽ ചത്തു പോവും ഈ റൂട്ടൊക്കെ. ബ്രേക്ക് പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയോടും അതുപോലെയാണ് വരിക. ചെറിയ റോഡാണ്. അല്ല അപ്പുറത്തൊക്കെ മലനിരകൾ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറ് ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി വേനലെന്തിനു തേടി നിലാവിൽ പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുമന്ദിനിയാക്കി അവളെ പരിണിത ഈ റൂട്ടാണ് IIT മണ്ഡി ഉള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹിമാചലിലെ. ആ റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല പണിയാണ്, കുഴപ്പമില്ല. ഇതൊക്കെ യാത്രയുടെ ഒരു ഭാഗമാണ്. ദേവഭൂമി മണ്ഡി. ഈ റോഡ് കുറച്ചും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ വെറുതെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതിയായിരുന്നു. ഇത് അത്ര അടിപൊളിയല്ല. കുണ്ടും കുഴികളുണ്ട് ചെറുത്. MTB ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഹൈബ്രിഡ് അല്ലേ. ഇത് വിട്ടെടുത്ത റോക്കറ്റ് പോകുന്ന പോലെ പോവുകയും ചെയ്യും, എല്ലാ കുണ്ടിലും ചാടും ചെയ്യും, സ്പോക്കുകളെല്ലാം പൊട്ടും ചെയ്യും. അലൈൻമെൻ്റ് എങ്ങാനും പോയി കഴിഞ്ഞാൽ തീർന്നു. ഇന്നലെ അലൈൻമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ 3 മണിക്കൂറാണ് അവിടെ ഇരുന്നത്. ബ്രേക്ക് മാറ്റി പോയപ്പോൾ അലൈൻമെൻറ്റ് പൊട്ടി, സ്പോക്ക് പൊട്ടി. ബ്രേക്ക് മാറ്റിയിട്ട് അവിടേക്ക് പോയപ്പോൾ സ്പോക്ക് പൊട്ടിയിട്ട് അത് റെഡിയാക്കിയപ്പോൾ ഒരു സ്പോക്ക് റെഡിയാക്കി വന്നപ്പോൾ രണ്ടാമത്തെ സ്പോക്ക് പൊട്ടി. ഇന്നലെ 50 കിലോമീറ്റർ പിടിക്കേണ്ടതായിരുന്നു. ഇന്നലെ 50 കിലോമീറ്റർ പിടിക്കാൻ പറ്റിയില്ല. 37-36 സ്റ്റക്കായി. IIT മണ്ഡി കാണാണ്ടിട്ടാ താഴെ.
പൊടി ബഹളായിലോ കർത്താവേ, എന്താണിത്? സീൻ റോഡാണല്ലോ. ഇങ്ങനെയുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് വളരെ കുറവുള്ള 100 മീറ്റർ പോകും, വേറെ കുഴപ്പമില്ല. അയ്യോ, ഇവിടെ ഒരു ഇടിഞ്ഞു പിടിഞ്ഞ് പാലൊക്കെ കാണാണ്ട് കേട്ടാ. വർക്കിംഗ് അല്ലാന്നുകൊണ്ട് അറിയുള്ളൊരു മുദ്രമില്ല ചായയിൽ കഴിഞ്ഞു. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി ഞാനും എന്താളും 40 പേരും. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ആ ആ ഞാനും എന്താളും 40 പേരും. കുമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഉപ്പക്കാരി പങ്കായം കൊണ്ട് തൊഴഞ്ഞുപോയി. ബ്രിഡ്ജ് പുഴയാട്ടാ, നൈസ് പുഴ. ഇറങ്ങിയിട്ടൊന്ന് കുളിക്കണം എന്നുണ്ട്. 2 ദിവസമായി കുളിച്ചിട്ടില്ല. ഒന്ന് കുളിച്ചാലോ എന്ന് ആലോചനയുണ്ട്. പക്ഷേ സൈക്കിളൊന്നും ഇവിടെ വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് കാണാനില്ല. വേ ടു IIT മണ്ടി. ഓക്കെ, മണ്ടി, വേ ടു മണ്ടി. ആ വഴിയാണെന്നാണ് പറയണത്. ഈ വഴി IIT മണ്ടിയുടെ വഴി തന്നെ നമുക്ക് പോകേണ്ടത്, കുളു. ഇതിപ്പോൾ ഈ മലയുടെ അപ്പുറത്തുനിന്നാണ് നമ്മൾ വന്നത്. എന്താല്ലേ ഈ വഴികളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് എനിക്കൊരു ഐഡിയ ഇല്ലാത്ത. സമ്മതിക്കണം. പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും 4G നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് IITക്ക് പോകാനുള്ള വഴിയിട്ടാ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മണ്ടി. നമ്മൾ ഈ റൂട്ട് പോകുന്നു. ഇന്ന് അവധിയാണോ? അല്ലല്ലോ. ഇഡലി ദോശ ഇഡലി. ഇഡലിയും ദോശയും കഴിച്ചിട്ട് എത്ര നാളായി. കല്യാണം ഉണ്ടോ? ഡാൻസ് ഡേ കണ്ടല്ലോ.
GoPro stop recording. ഇന്നലെ നമ്മൾ നിന്നോടത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു 16-17 കിലോമീറ്റർ പോകുന്നു കേട്ടോ. ഇനി ഒരു 10 കിലോമീറ്റർ വീണ്ടും കയറ്റമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 25 കിലോമീറ്റർ ഇറക്കാണെന്നാണ് പറഞ്ഞത്. ഈ 10 കിലോമീറ്ററിന് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. 10 കിലോമീറ്റർ തള്ളൽ തന്നെ വേണ്ടി വരും. ഇതെവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് പാറ പൊട്ടിയിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വീണതാണത്. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ തള്ളിക്കൊണ്ടിരിക്കുക. ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ല് തലയിലേക്ക് വീണ്, ലെഫ്റ്റ് സൈഡിലൂടെ പോയാൽ ചിലപ്പോൾ കല്ല് തലയിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അമ്മേ, कसोल साइकिल पे. इतना सारा वजन है. हाँ तो आप तो हैप्पी जनवरी. हाँ हैप्पी जनवरी. हाँ. कितना दूर है ऐसा रास्ता? वो आपको तो यहाँ देखो पूरा शब्द मिलेगा. बस ऊपर है. हाँ, कितना दूर पता नहीं. वो भी तो ज़्यादा नहीं, 10 20 20. हाँ हाँ बस उसके बाद तो उतराइए. हाँ 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 हाँ. बैठो. अच्छा. हाँ हाँ. ये सा ये हाँ. यहाँ से खुद पर ऐसे यहाँ तो हाँ. तो किधर क्या करते हो उधर? यहाँ हाँ. बस काम करते हैं यहाँ. काम कैसा, कौन सा? जैसे ढाबा ये. हाँ 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 ऑमलेट ऐसे मैगी बनाते हैं, ब्रेड ऑमलेट, मैगी, हाँ चाय. हाँ 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 हाँ. ऐसे. तू बनावे? छतरी लाओ. आपका घर कहाँ है? मेरे घर केरला. इतनी दूर से जाओगे? साइकिल पे. आपका घर? जानवरों का डर भी होता है भाई वो. हाँ. ध्यान रखना पड़ता है. आपका घर किधर है? ये पे यहाँ पर है. ये पीछे. इससे जो वहाँ कटोरा नहीं है, हाँ 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 कटोरे से थोड़ी जैसे. हाँ हाँ हाँ. इधर देख, इधर देख. एक ज़्यादा वेट है. हाँ वेट है ज़्यादा. हाँ. ये इसका वेट होगा ज़्यादा. ये इसका नहीं, तो ये पूरा सामान का वेट. ये हाँ, पूरा ये हाँ इनका है थोड़ा ज़्यादा था. हाँ. हमारे से वो साइकिल है ना, वो मोटे मोटे टायर वाली है. हाँ हाँ हाँ. हाँ, आपका है पतला बहुत. हाँ मेरा छोटा टायर है.
चाय है ना चाय हाँ जी हाँ जी एक चाय बनाऊँ ये शुटा बोला था मैं ये शुट फ्राई बनाना है बहुत मैं उधर उधर जी उधर मैं पार्क कर दूँ उधर पार्क ये बैठ सर स्टैंड नहीं उसका स्टैंड ज़्यादा वेट है स्टैंड टूट गया अच्छा हाँ क्या आपकी बात है हाँ ये जाओ या बस कर नमक नहीं डालते हैं नमक नहीं डालते नहीं डालते आपके साथ और नहीं भाई और नहीं आप वहाँ से अकेले आए हो? क्या आप अकेले आए हो अकेले हाँ और नहीं आपके पास मेरा दोस्त उधर राजस्थान में अभी थोड़ा 10 दिन के बाद आ गया आना होगा 10 दिन के बाद मेरे पीछे आ गया आप तक तो पूरे पहुँच जाएगा हाँ आप पहुँच गए तो हाँ आप ओके पहुँच गए पूरे हाँ मैं पहले पहुँच गया हाँ हाँ उसके बाद मनाली कुल्लू ऐसा जाऊंगा ये कितने दूर ये ऐसा रोड तो अभी इससे आपको 14 किलोमीटर जाना पड़ेगा 10 किलोमीटर ऐसा 14 फिर आएगा आपको डाउन फिर फुल लाइन 14 किलोमीटर 15 फिर उसके बाद डाउन आएगा पूरा फुल लाइन में टच हो जाएगा हाँ मैं अभी बुनतर जारा अभी मैं से पीछे हाँ मैं अभी बुनतर ऐसा मंदिर से आप सीधे राइट करेंगे हाँ रहने दो भैया कितना रहने दो भैया हाँ रहने दो टाइम दो मतलब हाँ ये मत दो भैया रहने दो मत दो कोई प्रॉब्लम नहीं ये नहीं भैया रहने दो हाँ रखो आप भैया हाँ रखो आप भैया एक चाय का क्या है भैया हाँ, ये ले लो कोई प्रॉब्लम नहीं रहने दो ये दिन को 10 मिनट दे वापस इतने सारे नीचे रखो मैंने तो कब भी नहीं यीशु ना करना हाँ खाना खा लिया अभी तुमको खाना खाना तुम लोग जी खा लिया अच्छा चलो चलो बाय 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 बाय
चलो जी भाई. നാൽപ്പത്തഞ്ച് ഡിഗ്രി കയറ്റട്ടാ. അയ്യോ, ബോധം പോകേണ്ട രീതിയിലുള്ള കയറ്റം. കയറി വന്ന കഴി ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ തലചുറ്റും. ചതി കയറ്റം. അയ്യോ, 10 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ പിന്നെ ഇറക്കായി. ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടി മഴ പെയ്യാൻ പോകണ്ടെന്നൊരു സംശയമുണ്ട്. മഴയൊക്കെ പെയ്താൽ പിന്നെ തണുത്ത് വിറയ്ക്കും. ഇവിടെ മഴയൊന്നും പെയ്യരുതേ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. അമ്മേ, സമയം ഉച്ചയായിട്ടാ. ഇവിടെ ചെറിയ തണവൊക്കെ ഉണ്ട്. ഹൈറ്റ് കൂടി. ഇവിടെ കാട്ടുതീ ഉണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും കാട്ടുതീ ഉണ്ടാവുന്ന സ്ഥലം അത് വേനൽക്കാലത്ത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ചായ മാത്രമേ ആ പിള്ളേർ അവിടെ നിന്ന് കുടിച്ചുള്ളൂ. ഭക്ഷണം എവിടെയും പോയി നോക്കണം. എന്തെങ്കിലും രാജ്മ ചാവലോ ദാൽ ചാവലോ കിട്ടുമോ എന്ന്. കയറ്റൊന്ന് കയറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയായി. ബുൺതർ വരെ സീനില്ല. തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടാ. വേർത്തിട്ടാണെങ്കിൽ കുളമായി. ഇത് കണ്ടോ, വീഡിയോ കണ്ടോ അവിടുത്തെ. മരത്തിൻ്റെ ഇതോള് മുകളിൽ കല്ലിൻ്റെ പീസുകൾ വെച്ചിട്ട് ആണ് മേഞ്ഞിരിക്കുന്ന മേൽക്കൂര. ഇത് കണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും ഇവിടെ വെള്ളം എടുക്കാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിയിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിന് എടുക്കാം. നല്ല മിനറൽ വാട്ടർ കിട്ടും. അടിപൊളി മിനറൽ വാട്ടർ. ഇത് കണ്ടോ, ഈ മലയാണ് ഇനി ക്ലൈംബ് ചെയ്യാൻ പോണത്. നല്ല ഹൈറ്റാണ്. കാണുമ്പോൾ തന്നെ പേടിയാവണം. കാറൊക്കെ തന്നെ ഉണ്ടല്ലേ. വെള്ളം എടുത്തു സെറ്റായി. മെല്ലെ തള്ളി പോകണം. ഇതാ, അത് കണ്ടോ, കട്ട മഴയായിട്ടാണ് വരണത്.
ട്രാപ്പാകുന്ന തോന്നണേ. അതിന് മുമ്പ് വേഗം പോകണം. അജാതി മഴ വരണേ. ഇവിടെയാണെങ്കിൽ കാട്ടുതീ, അപ്പുറത്ത് തീയത്തിനാണണ്ട പുകയണത്. അയ്യോ വൻ സീൻ. ഭയങ്കര വലിയ കയറ്റാ. ഈ മല ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകണം. വേഗം പോട്ടെ. അയ്യോ ഫുൾ സീൻ. അയ്യോ ഫുൾ സീൻ ഫുൾ സീൻ. ഭയങ്കര കാറ്റ്, ഭയങ്കര പൊടി. അയ്യോ അതെ പൊടി വരുന്നു. പൊടിയിലെ പൂരം. അയ്യോ അയ്യോ അയ്യോ. മഴക്കാർ വരാനായിട്ട് പേടിയാവണം. എൻ്റെ അമ്മേ, കാറ്റത്ത് പോയാൽ മതിയായിരുന്നു. കാറ്റ് വീശിനായിട്ട് പേടിയാവണ്. അയ്യോ അയ്യോ അയ്യോ. ഉള്ളിരുട്ടായിട്ടാ. പൊടിയെന്ന് പറഞ്ഞാൽ അജാതി പൊടി. ഓ ഇതാ ഇവിടുന്ന് കാറ് പോണുണ്ട് അറ്റത്ത്. ഇങ്ങനെ കയറി ഇങ്ങനെ റാടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോകണം. അങ്ങനെ റൂട്ട് കിട്ടി. മിന്നലൊക്കെ വരുന്നുണ്ട്. അയ്യോ ഫുള്ളിരുട്ടായി. ഓ സമയം എത്രയായി? സമയം 1:24 ഫുള്ളിരുട്ടായി. അമ്മേ, അപ്പുറത്തേക്ക് പോട്ടെ. സീനായില്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങൾ നനയും. ഇതവിടെ മുകളിലാണ്ട, മുകളിലൊക്കെ തീ പിടിച്ചേക്കാട്ടോ. കാറ്റ് വീശുമ്പോൾ തീ കെടുകയാണോ, ആളി കത്തിക്കൊണ്ടിരിക്കുക. ചില സ്ഥലത്ത് കെട്ടു. അയ്യോ സീൻ. ഓ ഫുൾ പൊടിക്കാറ്റ് വന്നു. അവിടെ പൊടികൾ കുറച്ച് ഏരിയുണ്ടായിരുന്നു, അവിടെ നിന്ന് പൊടി തള്ളി. ഓ ഫുള്ളിരുട്ട്. അയ്യോ രാത്രി ആയ പോലെ. സമയത്ത് ശരിക്കും 1:25 ആയിട്ടുള്ള. ഫുള്ളിരുട്ട്. പോയി കഴിഞ്ഞപ്പോൾ ഇടുമെന്ന് അറിയില്ല. മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോയെന്നും അറിയില്ല. വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടിട്ടായിരുന്നേ. സേഫ് സോണാട്ടാ. ഇവിടെ കാറ്റ് കിട്ടുന്നില്ല. ഇവിടെ ഒരു കടയുണ്ട്, പെട്ടിക്കടയുണ്ട്. പെട്ടിക്കടയിലാണ് മറയിൽ നിൽക്കാം. ഓ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. എന്തായാലും സൂപ്പറായി. ഞാൻ ഈ ഉച്ച കഴിഞ്ഞാൽ മുന്നേ ഏറ്റവും ഫുൾ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. മഴ ഇവിടുത്തെ അത്ര കാര്യമാവില്ല എന്ന് തോന്നുന്നുണ്ട് ഈ സമയത്തത്തെ, വേനൽക്കാലത്തത്തെ. അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ ദൈവമേ, മഴ ഉള്ളുണ്ടാ. ഓ കട്ട മഴ കേട്ടാ. ഫുൾ മഴ, ഫുൾ നനഞ്ഞു. ആലിപ്പുഴയൊക്കെയാണ് വീണത്. ആലിപ്പുഴയൊക്കെ വീണിട്ട് തണുത്ത് വിറച്ചു കേട്ടാ. ഇവിടെ ഒരു കടയുണ്ട്. പൊന്നു, ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടായിരുന്നു. തുറന്നിട്ടുമില്ല. ഫുൾ സാധനങ്ങൾ നനഞ്ഞു. എന്തൊക്കെ സാധനങ്ങൾ നശിച്ചു പോയിന്ന് കണ്ടറിയണം. ആലിപ്പുഴയ്ക്ക് വീഴുന്നത്. റോട്ടിലൊക്കെ കുറേ മണികളായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ മാറി വരുന്ന മഴ. ഒരു അരമണിക്കൂറായി മഴയെത്തിക്കണം. എൻ്റെ അമ്മ. വരച്ചോണ്ടിരിക്കട്ടെ. കൈ കണ്ട. ഓ
എന്താ കാണിക്കുന്നവര്? അതിനിടയ്ക്ക് വന്നിട്ട് എൻ്റെ പൊന്നു എന്നെ കട്ടിക്കൊണ്ട് പോവോ? थोड़ा आगे करना है। इधर होटल है ना जी, होटल। आपको जाना कहाँ जाना? हाँ मैं बुंतर बुंतर बुंतर। थोड़ा सा रुक जाना था। हाँ रुक जाना था कहीं। हाँ इधर होटल है ना, ये रास्ता। इसके बाद എൻ്റെ മോനെ ആ വീണ്. कहाँ जाए? बुंतर कसौल। ठंड ज़्यादा मर जाना। हाँ बारिश, पूरा बारिश हो गया। ऑर्डर लाना पड़े। हाँ आगे कैसे जाओ दुकान में? हाँ आगे जाओ दुकान में। इधर आगे हाँ 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 1 किलोमीटर आगे है दुकान है। होगी होगी। हाँ हाँ ठंड जाना। हाँ हाँ ठंडी ठंडी हो गया। कुछ नहीं मिलेगा। हाँ 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 जाओ हाँ देखो हाँ 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 ना कहीं एक रुक जाएंगे। कहाँ जाना आपने? बुंतर बुंतर बुंतर। ये तो बस में जाओ। इसमें साइकिल नहीं जाओ। क्या करे यार भाई अब? हाँ हाँ कोई पेन लाओ कोई जाना है नहीं कि वो ढड़े को नहीं है कुछ नहीं। आगे जाओ नाले में पार ऑर्डर लो। हाँ आगे जैसे जाओ। ഫുൾ മഴ കേട്ടാ, വിറച്ച് സീനായി, കൈയൊക്കെ മരവിച്ചു. ഓ അവിടുന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചായക്കട ഉണ്ട്. ഫുൾ സൈക്കിൾ വെച്ചൊക്കെയാണ്. കുറേ സാധനങ്ങൾ ഫുൾ നനഞ്ഞു, എല്ലാം നനഞ്ഞു. അയ്യോ ഉള്ളിയൊക്കെ വെള്ളം കയറിയൊന്നും ദൈവത്തിനറിയാം. ഇപ്പോൾ വെയിലൊതുക്കണമെന്നില്ല, മഴ കൂടെ. ചായ പറഞ്ഞിട്ട് ചായ കുടിക്കട്ടെ. എൻ്റെ ഹെഡ്ഫോണ് ഖത്തം ഹോ ഗയാ. ബാഗൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ സീനായി. एक मिनट भैया. जर्सी डाली है आपने? हाँ टी शर्ट डाली है, बाकी तो कुछ नहीं. हाँ मेरे पास है, अलग ड्रेस है. हाँ गर्म कपड़ा लगाओ ना. നല്ല കാറ്റാട്ടാ, ഒരു രക്ഷയില്ല. തണുത്തിട്ട് കിളി പോണു. കൈയൊക്കെ വിറയ്ക്കുന്നു. പറന്നു പോണ ആള് കണ്ടേ, എല്ലാം നനഞ്ഞു. ഏറ്റിട്ട് വെച്ചൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പറന്നു പോകും അപ്പുറത്തേക്ക്. ചായക്കടയിലെ ആള് സെറ്റിലാണ് പറഞ്ഞു ടെസ്റ്റ് നനഞ്ഞു ഡ്രസ്സൊക്കെ.
ഐസ് മഴ, ഐസൊക്കെ ആയിരുന്നു. ഫുള്ള് നനഞ്ഞു. ബാഗിനൊന്നും നനഞ്ഞില്ല. ഫോണൊക്കെ കവറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചാർജറൊക്കെ ചെറിയ ബാഗിലിട്ടുണ്ടായിരുന്നു. ഒന്നും നനഞ്ഞിട്ടില്ല. വലിയ ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളം കയറിയൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നനഞ്ഞപ്പോൾ ഇങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സേഫായിരുന്നു. അവസ്ഥ അറിയില്ല. ലാപ്ടോപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ആണ്ടില്ലേ ചെറിയ വഴിയുണ്ട, നല്ല ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അവിടെ നിന്നണ്ട് വീഴു പിടിച്ചെന്നില്ലെങ്കിൽ മലയാളികളാണ്. അയ്യോ, ഉള്ളിക്കൊക്കെ ഉണ്ട്. ബൈക്കിലോട്ട് വെച്ചേക്കാണ്. കണ്ടില്ലേ കുരുള്ള സാധനങ്ങളിവിടെ വെച്ചേക്കാട്ടാ ഉണക്കാൻ. കണ്ടില്ലേ സൈക്കിൾ ഞാനിവിടുത്തെ ലോക്ക് ഇട്ട് വെച്ച് തിളച്ചേക്കാണ് കേട്ടോ. ഈ ഷട്ടറിൻ്റെ ഇതിലായിട്ട് ഇല്ലെങ്കിൽ അത് അപ്പോൾ വീഴും. സൈക്കിളൊക്കെ ഇവിടുന്ന് ആടുകയാണ് കാറ്റടിക്കുമ്പോൾ. അയ്യോ, ഡ്രസ്സ് മാറണം, തണുത്തിട്ട് വയ്യ.